بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് മഹാന്മാരായ സലഫിൻ്റെ പാത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, അതിശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് നിർവഹിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പവിത്രമാസങ്ങളിൽ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് മുസ്ലിം ലോകം. ദുൽഹിജ്ജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ചിന്ത പരിശുദ്ധമായ ഹജ്ജിനെ സംബന്ധിച്ചും അതിൻ്റെ വിവിധങ്ങളായ കർമ്മങ്ങളെ സംബന്ധിച്ചുമാണ്. ആ മഹനീയമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും അടങ്ങാത്ത ആഗ്രഹമാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൽ ഏറെ പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങളിൽ സുപ്രധാനമായ ഒന്ന്, മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത് 5 തൂണിൻ്റെ മീതെയാണ്. ഇസ്ലാമിന് 5 റുക്കനുകളുണ്ട്. അതിൽ ഒന്ന് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹ് മറ്റാരുമില്ല, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന ഷഹാദത്തുൽ ഹഖ്, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു തൗഹീദ്, അത് മനസ്സറിഞ്ഞുകൊണ്ട് ഉരുവിടലാണ്. രണ്ടാമത്, നീ നമസ്കാരം അതിൻ്റെ മുറപ്രകാരം നിർവഹിക്കണം. സക്കാത്തിൻ്റെ നിസാബും പരിധിയും എത്തിയെങ്കിൽ അതിൻ്റെ അർഹരായവർക്കത് നൽകണം. വർഷത്തിലൊരിക്കൽ വിശുദ്ധ മാസമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. സാധിക്കുമെങ്കിൽ പുരാതന ഭവനമായ പരിശുദ്ധ കഅബാലയത്തിൻ്റെ അടുക്കൽ ചെന്ന് ഹജ്ജും നിർവഹിക്കണം. ഇത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ നാം നിർവഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ ഒരു മഹത്തായ റുക്കനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജ് മുസ്ലിമീങ്ങളിൽ അതിൻ്റേതായ എല്ലാ നിലക്കുള്ള അതിൻ്റെ ശുറൂത്തുകളെല്ലാം നിബന്ധനകളെല്ലാം ഒത്തിണങ്ങിയ ആളുകൾ ഹജ്ജ് നിർവഹിക്കണം. അത് നിർബന്ധമാണ്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിൽ 3-ാമത്തെ അധ്യായമാണ് 97-ാമത്തെ വചനത്തിൽ ഹജ്ജിൻ്റെ ഫർളിയത്തിനെ സംബന്ധിച്ച്, അതിൻ്റെ നിർബന്ധിതാവസ്ഥയെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വലില്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയാണ്, അലന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മേലുള്ള ബാധ്യതയാണ്, നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, അവൻ്റെ ഭവനത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് സാധിക്കുമെങ്കിൽ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കൽ, അത് ജനങ്ങൾക്ക് നിർബന്ധമാണ്, ബാധ്യതയാണ്. വമൻ കഫറ, ഇനി ഇത് നിർബന്ധമായിട്ടും ആരെങ്കിലും ചെയ്യാതെ നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരെ തൊട്ട് അല്ലാഹു ഐശ്വര്യവാനാണ്. ലോകത്തുള്ള ഒരൊറ്റ പടപ്പും അല്ലാഹുവിന് ആരാധന ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹുവിന് അത് പ്രശ്നമല്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആരാധന നടത്തുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നിർബന്ധമാക്കപ്പെട്ട ഇബാദത്തുകളിൽ ആരെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുകയും കുഫറിലെത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ഒരു കർമ്മമാണ്. ആർക്കാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത്? ഖുതുബ ശ്രവിക്കുന്ന എൻ്റെ വിനീതരായ വിശ്വാസികൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ആലോചിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ, ഇനി പറയുന്ന ഘടകങ്ങൾ ഒത്തുചേർന്നവർ
ഇനി പറയുന്ന നിബന്ധനകൾ ഒത്തിണങ്ങിയവർ ഹജ്ജ് ചെയ്തേ മതിയാകൂ. ഈ നിബന്ധനകളും ഘടകങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒത്തുചേർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരുമാണ്. ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ഇസ്ലാം എണ്ണുന്ന ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ ഷർത്ത് എന്താണ്? ശാരീരികമായി അതിന് കഴിവുണ്ടായിരിക്കണം. കാരണം യാത്ര ചെയ്തുകൊണ്ട്, സുദീർഘമായി യാത്ര ചെയ്തുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണല്ലോ. മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാലും ആരോഗ്യത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ കൃത്യമായി ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു ആരാധനാ കർമ്മമായതുകൊണ്ട് ആരോഗ്യം സുപ്രധാനമാണ്. ആരോഗ്യമായി ശാരീരിക മേഖലയിൽ കുഴപ്പമില്ലാതെ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ശാരീരിക കെൽപ്പുള്ളവർക്കെല്ലാം ഹജ്ജിന്റെ ഒന്നാമത്തെ നിബന്ധന, ഹജ്ജിന്റെ ഒന്നാമത്തെ ശുറൂത്തുകളിൽപ്പെട്ട ഒരു ഷർത്ത് ഒത്തിണങ്ങി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമതായി ഇസ്ലാം പറഞ്ഞു, വെറും ശാരീരികമായ ഒരു ആരാധനയല്ല ഹജ്ജ്, മാലിയായ ആരാധന കൂടെയാണ്, സാമ്പത്തികമായ ആരാധന കൂടെയാണ്. അതുകൊണ്ട് അതിനുള്ള സാമ്പത്തികമായ കഴിവ് വേണം, സാമ്പത്തികമായ അതിനുള്ള ശേഷി വേണം. അതല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റുപെറുക്കി ഹജ്ജ് ചെയ്യാൻ മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടില്ല, ഇസ്ലാം അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. ഇന്ന് ആധുനിക ലോകത്ത് പല മീഡിയകളും പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. വിറ്റുപെറുക്കിയിട്ടെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നിടത്തേക്ക്, അതല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദ്യം ഉണ്ടാക്കി നെരുങ്ങി പിരിങ്ങി ഹജ്ജ് ചെയ്യണം എന്ന ഒരു ധാരണ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. അത് തെറ്റായ ധാരണയാണ്. അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ളവർക്കേ അത് നിർബന്ധമുള്ളൂ. കാരണം അത് ഇബാദത്തും മാലിയായ ആരാധനാ കർമ്മമാണ്. മൂന്നാമത്തെ നിബന്ധന ഏതാണ്? ശാരീരികമായി ഒരാൾക്ക് ആരോഗ്യമുണ്ട്, സാമ്പത്തികമായി ഒരാൾക്ക് ഭദ്രതയുണ്ട്, എങ്കിലും മൂന്നാമത്തെ ഒരു നിബന്ധന കൂടെയുണ്ട്. യാത്ര ചെയ്യാൻ പറ്റുന്ന നിർഭയത്വം ഉണ്ടാകണം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിലേക്ക് നിർഭയത്വത്തോടുകൂടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം, സാമൂഹ്യമായ ഒരു അന്തരീക്ഷവും കൂടെ ഉണ്ടായാൽ, ഈ മൂന്ന് നിബന്ധനകളും ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ അവൻ ഹജ്ജ് എന്ന മഹനീയമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമായ ഹജ്ജ് നിർവഹിച്ചേ പറ്റൂ. അതിൽ അവന് വീഴ്ച വരുത്തിക്കൂടാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, ഹജ്ജ് നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു ജനങ്ങളെ. അതുകൊണ്ട് ഫഹുജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്തോളണം, നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചോളണം. ഇതങ്ങ് പറഞ്ഞപ്പോൾ അതാ സഹാബത്തിൽ നിന്ന് ഒരു സഹാബി നബി തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ടോ? ഓരോ വർഷത്തിലും ഹജ്ജ് നിർബന്ധമാണോ? നബി തങ്ങളൊന്നും മറുപടി പറയുന്നില്ല, അവിടുന്നൊന്നും മിണ്ടുന്നില്ല. സഹാബിയുടെ ആവർത്തിച്ചുള്ള ചോദ്യം, നബിയെ, എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ടോ? അപ്പോഴും നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല. മൂന്നാമത്തെ ചോദ്യം സഹാബിയുടെ, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, ഓരോ വർഷത്തിലും ഹജ്ജ് നിർവഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണോ? ഇതങ്ങ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും മിണ്ടാതിരുന്നിട്ട് അവസാനം പറയാണ്, ഞാനെങ്ങാനും അങ്ങനെ നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധമാക്കുമായിരുന്നു. അതുകൊണ്ട് അധികരിച്ച ചോദ്യം വേണ്ട. ഇസ്രായേൽ ജനത നശിപ്പിക്കപ്പെട്ടത് അവരുടെ പ്രവാചകന്മാരോട് ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചോളണം എന്ന് തൻ്റെ സഹാബാക്കളോട് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അപ്പോൾ ഹജ്ജ് നിർബന്ധമാണ്. ഈ നിബന്ധനകൾ ഒത്തിണങ്ങിയവർ ഹജ്ജ് ചെയ്തേ പറ്റൂ. മാത്രമല്ല മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ നിബന്ധനകളെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്യാൻ എല്ലാ അവസരങ്ങളും വന്നിട്ട് അത് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത അത് നിങ്ങളിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഹജ്ജു ഖബല അല്ലാ തഹജ്ജു, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നതിനു മുൻപേ, ആരോഗ്യമുണ്ടാകുമ്പോൾ, ചുറുചുറുക്കുള്ള യൗവനമുണ്ടാകുമ്പോൾ, യുവത്വമുണ്ടാകുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് നീട്ടിവെക്കാതെ അവസരം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്തിന് പാടെയുള്ള ഒരു ധാരണ എന്താണ്? ഹജ്ജ് കർമ്മം
അത് അങ്ങേയറ്റം പ്രായമായിട്ട് ചെയ്യേണ്ട കർമ്മമാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചിട്ട് ചെയ്യേണ്ട കർമ്മമാണ്. സാമ്പത്തിക ശേഷിയുള്ളവർ പോലും വാർദ്ധക്യത്തിലേക്ക് നീട്ടിവെക്കുന്ന പ്രവണത പണ്ടൊക്കെ കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ഇന്നും അത് വിരളമായിട്ടെങ്കിലും കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമുക്ക് നിബന്ധനകളെല്ലാം ഒത്തിണങ്ങിയിട്ടും നമ്മളത് ചെയ്യാതെ ആ കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പെങ്ങാനും നമ്മൾ മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ കുറ്റക്കാരായി തീരില്ലേ? നോക്കൂ, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹജ്ജിനെല്ലാ നിബന്ധനകളും ഒത്തിണങ്ങിയിട്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ പിന്തിപ്പിക്കുകയും അങ്ങനെ അവര് മരണപ്പെടുകയും ചെയ്താൽ അവരെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞത് ഇതാണ്: മാഹും ബി മുസ്ലിമീൻ, അവര് മുസ്ലിമീങ്ങളല്ല. അവര് മുസ്ലിമീങ്ങളല്ല. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടുന്ന് പറഞ്ഞു, മാഹും ബി മുസ്ലിമീൻ, അവര് മുസ്ലിമീങ്ങളല്ല, അവര് മുസ്ലിമീങ്ങളല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹജ്ജിന്റെ ബാധ്യത എത്തിയിട്ടും നിർവഹിക്കാതെ മരണപ്പെടുന്നവർ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ അല്ലാതെ മരിച്ചു പോകുന്നില്ല. എത്രയാണ് ഇതിന്റെ ഗൗരവം! എന്തിനേറെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഹജ്ജിന്റെ നിർബന്ധിതാവസ്ഥ പറഞ്ഞ ഉടനെ അല്ല പറഞ്ഞത്. നോക്കൂ, ആൽ ഇംറാനിലെ 97 നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധിച്ചു നോക്കൂ. അവിടെ അല്ല പറയുന്നത് ഇങ്ങനെയാണ്: വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈതി മനിസ്തതാഅ ഇലൈഹി സബീലാ. ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ മേലുള്ള ബാധ്യതയാണ് കഅബാലയത്തിന്റെ അരികിൽ പോയി ഹജ്ജ് നിർവഹിക്കൽ. അതിന് സാധിക്കുന്നവർക്ക്. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹ് തുടർന്ന് പറയാണ്, വമൻ കഫറ, ഈ ബാധ്യത എത്തിയിട്ട് അത് നിർവഹിക്കാതിരുന്നാൽ, വമൻ കഫറ, ആരെങ്കിലും കാഫിറായി തീർന്നാൽ, ഇത് ചെയ്യാതെ കുഫറിൽ അകപ്പെട്ടു പോയാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരെ തൊട്ട് അല്ലാഹു ഐശ്വര്യവാനാണ് കേട്ടോ. അപ്പോ ഈ ബാധ്യത എത്തിക്കഴിഞ്ഞാൽ അത് നിർവഹിച്ചോളണം. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിൽ ഹജ്ജിന്റെ പ്രാധാന്യം നിങ്ങൾ അറിയണം. വിശ്വാസികളെ മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മത്ത് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ല. ഈ ഖുത്ബ ശ്രവിക്കുന്ന എന്റെ വിനീതരെ, നിങ്ങൾ ആലോചിക്കൂ, ഈ ബാധ്യത എത്തിയിട്ടും ഇത് നിർവഹിക്കാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അടുത്ത വർഷം അതിനു മുമ്പേ ഒരുങ്ങണം. അതിനുവേണ്ടി ഈ ഹജ്ജിന്റെ സാഹചര്യത്തിൽ ഇതിന്റെ ഗൗരവം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നാം വിചാരിച്ചത്? ഹജ്ജിന്റെ മഹനീയത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമില്ല. ഖുർആനിൽ നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായമില്ല. നോമ്പെന്ന പേരുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ടോ? നമസ്കാരം എന്ന് പേരുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ടോ? സകാത്ത് എന്ന് പേരുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ടോ? ഇല്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ ഹജ്ജ് എന്ന് പേരുള്ള ഒരു അധ്യായം തന്നെയുണ്ട്. 22-ാമത്തെ അധ്യായം ഹജ്ജ് എന്ന് പേരുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. ഹജ്ജിന്റെ മഹത്വമല്ലേ അത്? ഹജ്ജിന്റെ പ്രാധാന്യമല്ലേ അത്? ഇനി കേട്ടോ, ഈ ഒരു കർമ്മം നിർവഹിച്ചാൽ നമ്മുടെ കാര്യം സുരക്ഷിതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹജ്ജ ഹാദൽ ബൈത, ഈ ഭവനത്തിന്റെ അരികിൽ വന്നുകൊണ്ട് ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ, ഫലം യർഫുസ്, സ്ത്രീ സംസർഗം അവൻ നടത്തിയില്ല, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ലൈംഗികമായ കാര്യങ്ങളിലൊന്നും അവൻ ഏർപ്പെട്ടില്ല, വലം യഫ്സുഖ്, അവൻ അധർമ്മം പ്രവർത്തിച്ചതുമില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ അങ്ങ് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ആ നാട്ടിൽ നിന്ന് മടങ്ങി വരുന്നത് എങ്ങനെയാണെന്നോ? റജാ, മനുഷ്യൻ മടങ്ങി വരുന്നു, കമാ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച അതേ അവസ്ഥയിൽ. അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് അവൻ കടന്നു വന്നപ്പോ ഒരു തെറ്റും ചെയ്യാത്ത, പാപസുരക്ഷിതനായ, പാപം ചെയ്യാത്ത പരമപരിശുദ്ധനായ മനുഷ്യനായിട്ടല്ലേ അവന്റെ മാതാവ് അവനെ പ്രസവിച്ചത്? അതുപോലെ ഈ ലോകത്തേക്ക് അവൻ മടങ്ങി വരുന്നു. അതുപോലെ ഹജ്ജും കഴിഞ്ഞ് അവൻ മടങ്ങി വരുന്നു. ഒരു ഹാജിക്ക് പിന്നെ അവന്റെ സംസാരത്തിൽ ലിമിറ്റില്ലാതെ വന്നുകൂടാ. അവന്റെ സമീപനങ്ങളിൽ ഒരിക്കലും തകരാറ് വന്നുകൂടാ. കാരണം അവന്റെ മാതാവ് അവനെ പ്രസവിച്ച അവസ്ഥയിലേക്ക് റബ്ബവനെ മടക്കിയിരിക്കുന്നു. ഹജ്ജ് ചെയ്ത് വന്നവന്റെ അവസ്ഥയാ പറയുന്നത്. പക്ഷേ ഓർമ്മയുണ്ടാകാറുണ്ടോ നമുക്ക്?
ഹജ്ജ് ചെയ്താൽ ഇന്ന് മുസ്ലിം ലോകം വിചാരിച്ചിട്ടുള്ളത് പിന്നെ അവൻ എന്തുമാകാം, അവൻ എന്തും പറയാം, എന്ത് ഏർപ്പാടും അവന് ചെയ്യാം, കാരണം അവന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടി എന്ന് ധരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലില്ലേ? ഹജ്ജ് ചെയ്തവൻ ഏറെ ഗൗരവത്തോടുകൂടെ ഏറെ വളരെ വളരെ ചിന്തിച്ചുകൊണ്ട് എന്ത് കാര്യങ്ങളിലും അവൻ അകപ്പെടാവൂ. ഞാനൊരു ഹജ്ജ് ചെയ്തവനാണ്, ഞാൻ എൻ്റെ ഉമ്മ പ്രസവിച്ച അതേ അവസ്ഥയിലേക്ക് മടങ്ങിയവനാണ്, അതുകൊണ്ട് ഇനി ഞാനത് പറഞ്ഞുകൂടാ, ഇനി ഞാനതിൽ ഉൾപ്പെട്ടുകൂടാ, ഇനി ഞാനത് ചെയ്തുകൂടാ, ഞാൻ ഇനി ആ പഴയ പാപത്തിലേക്ക് തന്നെ മടങ്ങിക്കൂടാ എന്ന ചിന്തയുമായി കഴിഞ്ഞുകൂടേണ്ട ഹാജിമാരാണ്. അതുകൊണ്ട് ആലോചിച്ചോളണം. നിർവഹിച്ചവരോടാ പറയുന്നത്, നിർവഹിക്കാത്തവർ മനസ്സിലാക്കിക്കോളണം. എൻ്റെ മാതാവെന്നെ പ്രസവിച്ച അവസ്ഥയിലേക്ക് എനിക്കൊന്ന് മടങ്ങേണ്ടതില്ലേ? അതുകൊണ്ട് ഞാനും ഈ കർമ്മം ഒന്ന് നിർവഹിക്കാൻ ബാധ്യസ്ഥനാണോ എങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കൽ എൻ്റെ ബാധ്യതയല്ലേ? ചിന്തിക്കൂ വിനീതരെ, ആലോചിക്കൂ. മഹത്വം അവസാനിച്ചിട്ടില്ല. നബി തങ്ങൾ പറയാണ്, ഉംറത്തും ഫീ റമളാന തഅദിലു ഹജ്ജതൻ ഔ ഹജ്ജത മഈ. ഇനി ആരെങ്കിലും പരിശുദ്ധ റമളാനിലാണ് ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയതെന്ന് സങ്കല്പിക്കുക. റമളാനിൽ ഒരാൾ ഒരു ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ തഅദിലു ഹജ്ജ, അതൊരു ഹജ്ജിന് സമമാണ്, അതൊരു ഹജ്ജിന് തുല്യമാണ്. ഔ ഹജ്ജത മഈ, അതല്ലെങ്കിൽ നബി തങ്ങൾ പറയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയോട് കൂടെ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ അതിൻ്റെ ചൈതന്യം എത്രയാണ്, ആ നബിയോട് കൂടെ ഒരു ഉംറ നിർവഹിച്ചാൽ അതിൻ്റെ മഹത്വം എത്രയാണ്. എൻ്റെ കൂടെ ഉംറ നിർവഹിച്ചവനെ പോലെയാണ്, എൻ്റെ കൂടെ ഹജ്ജ് നിർവഹിച്ചവനെ പോലെയാണ് റമളാനിൽ പരിശുദ്ധ കഅബാലയത്തിൽ പോയി ഉംറ നിർവഹിച്ചവൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, മഹത്വം നോക്കൂ. ഇനിയും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ എത്രയാണ് ഇതിന്റെ മഹത്വം. നബി തങ്ങൾ പറയാണ്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. അൽ ഹജ്ജുൽ മബ്റൂർ, നബി തങ്ങൾ പഠിപ്പിച്ച നിലക്ക് മഖബൂലായ നിലക്ക് ഒരാൾ ഹജ്ജ് ചെയ്താൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ, സ്വർഗമല്ലാതെ അതിന് മറ്റൊരു പ്രതിഫലവും ഇല്ല തന്നെ. സ്വർഗമല്ലാതെ അതിന് വേറെ എന്ത് കൊടുക്കാനാണ്? അല്ല പറയാണ്, അള്ളാന്റെ റസൂല് അല്ല പറയുന്നതായിട്ട് നബി തങ്ങൾക്കതാ റബ്ബ് കൊടുക്കുന്ന മെസ്സേജ് അടിസ്ഥാനത്തിൽ നബി തങ്ങൾ പറയുന്നു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ, സ്വർഗമല്ലാതെ മറ്റെന്താണ്? ഏതുവരെ വയോവൃദ്ധനായ ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമാണ്. പക്ഷേ ശാരീരികമായി അയാൾക്ക് അതിന് കഴിവില്ലെങ്കിൽ അയാളുടെ മക്കൾ പോയിട്ടെങ്കിലും അയാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ലേ? നോക്കൂ, അതാ ഒരു സഹാബി നബി തങ്ങളുടെ അരികിൽ വന്ന് പറയാണ്, നബിയേ, ഇന്ന അബീ ശൈഖുൻ കബീർ, എൻ്റെ വാപ്പ അങ്ങേയറ്റം വൃദ്ധനായിരിക്കുന്നു നബിയേ, ലാ യസ്തതിഉൽ ഹജ്ജ വലൽ ഉംറ, ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ അവിടുന്ന് കഴിയില്ല. കാരണം സ്വയം നടക്കാൻ പോലും കഴിയാത്ത എൻ്റെ പിതാവ് എന്ത് ചെയ്യും ഞാൻ നബിയെ? ഹജ്ജ് ബാധ്യതയായിട്ടുണ്ട്, സാമ്പത്തിക ശേഷി എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും നബിയെ? സ്വഹാബിയതാ നബി തങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നു. മഹാനായ നബി തങ്ങൾ പറയാണ്, ഹുജ്ജൻ നബീക വഅ്തമിർ, പോകൂ സഹോദരാ, എന്നിട്ട് ഉപ്പക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കൂ, ഉപ്പക്ക് വേണ്ടി ഉംറ നിർവഹിക്കൂ. നോക്കൂ നിങ്ങൾ, അപ്പോൾ സ്വന്തം കഴിയില്ലെങ്കിൽ മറ്റൊരാളെ അയച്ചിട്ടെങ്കിലും ആ കർമ്മം നിർവഹിച്ചോളണം. ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അറിഞ്ഞേക്കണം, ഹജ്ജ് എന്ന കർമ്മം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഹജ്ജിലൂടെ. നമ്മൾ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ഹജ്ജിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഹജ്ജിലൂടെ അല്ലാഹ് നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരാളെ അല്ലാഹ് സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ്. ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് റബ്ബിന്റെ വിളി കേട്ടുകൊണ്ടതാ ആ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബിന്റെ അതാ അനുമതി പ്രകാരം ലോകത്തോട് വിളംബരം ചെയ്ത ഒരു വിളംബരമുണ്ട്.
ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. അതാ ആധുനിക ലോകത്തടങ്ങുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും കർണപുടങ്ങളിൽ വന്നലച്ച ആ മഹാപ്രഖ്യാപനം, ഖലീലുള്ളയുടെ വിളംബരം. ഓ ഖലീലുള്ളയോട് അല്ലാഹു പറഞ്ഞില്ലേ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ ഇബ്രാഹിം, ജനങ്ങളിൽ നീ അങ്ങ് വിളംബരം ചെയ്തേക്കണം. എന്താ വിളംബരം ചെയ്തേക്കേണ്ടത്? ബിൽ ഹജ്ജി, ഹജ്ജിന് വന്നോളണം. ഈ ഭവനത്തിന്റെ അരികിൽ ഹജ്ജിന് വന്നോളണം, വിളംബരം ചെയ്യൂ ഇബ്രാഹിം. എങ്ങനെയാണ് അവർ വരുന്നത്? ആ വിളംബരം അങ്ങ് കേട്ട് കഴിഞ്ഞാൽ, ആ പ്രഖ്യാപനം അങ്ങ് റബ്ബ് എത്തിച്ചു കഴിഞ്ഞാൽ, അവർ നിന്റെ അടുക്കൽ വരും. റിജാലൻ, കാൽനടക്കാരായും, വഅലാ കുല്ലി ളാമിരിൻ, എല്ലാ മെലിഞ്ഞൊട്ടകങ്ങളുടെ മേലും, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ ദിക്കുകളിൽ നിന്ന് ഒട്ടകങ്ങളുടെ പുറമേ കാൽനടക്കാരായി അതാ അവരാ ഭവനത്തിന്റെ അരികിൽ വന്നുകൊള്ളും ഇബ്രാഹിം. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞോളണം. മഹാനായ ഖലീലുള്ളയുടെ ആ വിളിച്ചു പറയൽ അതാ ഈ വർഷം അതിന് ഉത്തരം ചെയ്തു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഉത്തരം ചെയ്യാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്തരം ചെയ്തു കഴിഞ്ഞു മുസ്ലിം ലോകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബാധ്യസ്ഥരാണോ നമ്മൾ? അടുത്ത വർഷം ആ വിളംബരം കാതോർക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ വിളംബരം കാതോർക്കാൻ നമുക്ക് സമയമായിരിക്കുന്നു. ഇല്ലെങ്കിൽ യഹൂദിയോ നസ്രാനിയോ അതല്ലെങ്കിൽ മുസ്ലിമായി മരണപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണോ? ചിന്തിക്കൂ, നമ്മൾ ആലോചിക്കൂ. നമ്മൾ അല്ലാഹു നമ്മെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗമൊന്ന് വാങ്ങാൻ നമ്മൾ എന്തിയെ തയ്യാറാകാതിരുന്നത്? പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ചെല്ലുന്ന ആ മനുഷ്യരെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ലയൂഫി ബൈത്തില്ലാഹിൽ ഹറാം, ലയൂഫ് ബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ അരികിൽ വന്ന അതിഥികളാണത്രേ അവർ. ആരുടെ അതിഥികൾ? റബ്ബിന്റെ അതിഥികൾ, മാലിക്കുൽ മുലൂക്കിന്റെ അതിഥികൾ, മലിക്കുൽ ജബ്ബാറിന്റെ അതിഥികൾ, റബ്ബിന്റെ വിരുന്നുകാർ. ലയൂഫ് ബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ അതിഥികളെ അല്ലാഹു ആദരിക്കില്ലേ? നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളെ നമ്മൾ ബഹുമാനിക്കില്ലേ? റബ്ബിന്റെ ഭവനത്തിൽ ചെന്ന അതിഥികളെ റബ്ബ് ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ? സ്വർഗം നൽകിക്കൊണ്ട് അല്ലാഹു ബഹുമാനിക്കുന്നു, സ്വർഗം നൽകിക്കൊണ്ട് റബ്ബ് ആദരിക്കുന്നു. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരിക്കലും ചിന്തയുദിക്കാത്ത ആ മഹാ കൺകുളിർമ, ആ അത്ഭുതമാകുന്ന സ്വർഗം, അതല്ലേ അങ്ങ് കൊടുത്ത് ആദരിക്കുന്ന അതിഥികൾ. ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ആ ആധിക്യത്തിന് സൗഭാഗ്യം ആ അതിഥികളാകാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം വിനീതരെ, ദുആ ചെയ്യാം നമുക്ക്. അങ്ങനെ അതിഥികളെ അല്ലാഹു ആദരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിഥികളെ അല്ലാഹു ആദരിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗം നൽകിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വർഗത്തിന് വേണ്ടി ഒരുപാട് യോഗ്യതകൾ വേണം. ആ യോഗ്യതകളെല്ലാം ഹജ്ജിലൂടെ ഒരു ഹാജിയെ തയ്യാറാക്കുന്നു. നോക്കൂ നിങ്ങൾ, നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഹജ്ജിന്റെ ചൈതന്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? കുറെ യോഗ്യതകൾ വേണ്ടേ? ആ യോഗ്യതകൾ ഹജ്ജിലൂടെ അല്ലാഹു കൊടുക്കുകയാണ്. ഒന്നാമത്തെ യോഗ്യത, മനസ്സ് ശുദ്ധമാകണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. നോക്കൂ നിങ്ങൾ, ഒരു ഹാജിയുടെ മനസ്സ് ശുദ്ധമല്ലേ? അയാളതാ പോകാനൊരുങ്ങുമ്പോ എല്ലാവരോടും യാത്ര പറയാണ്. വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ, വല്ല വാക്കിൽ പഴവും വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ, ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണേ. അങ്ങനെ എല്ലാവരുടെയും ഇടപാട് കൊടുത്തു വീട്ടിയിട്ട്, എല്ലാവരുടെയും പൊരുത്തം വാങ്ങിയിട്ട്, ആരോടും ഒരു പകയില്ലാതെ, ആരോടും ഒരു വിദ്വേഷവുമില്ലാതെ അതാ സ്ഫുടം ചെയ്ത മനസ്സുമായി കഅബയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഹാജി അല്ലാഹു ഒരുക്കുകയായിരുന്നു, അല്ലാഹു തയ്യാറാക്കുകയായിരുന്നു. ശരീരം മാത്രം, മനസ്സ് മാത്രം നന്നായാൽ സ്വർഗത്തിൽ പോകില്ലല്ലോ. ശരീരവും നന്നാകേണ്ടതില്ലേ? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ശരീരവും നന്നാകണം. അതാ റബ്ബ് ശരീരവും ശുദ്ധമാക്കുന്നു. എവിടെ വെച്ച്? ഓരോ പ്രദേശത്ത് നിന്നും വരുന്ന ഹാജിമാര് ഹജ്ജിലങ്ങ് പ്രവേശിക്കുന്ന നേരത്ത് അവർക്ക് മീഖാത്തുണ്ട്. ഹജ്ജിൽ പ്രവേശിക്കാനുള്ള മീഖാത്തുകളുണ്ട്. ആ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ കുളിച്ചോളണം.
അവന്റെ ശരീരം ഒരുക്കുകയാണ്. അവൻ കുളിച്ചോളണം. അവൻ കുളിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ അവൻ തന്നെ സുഗന്ധം പൂശിക്കൊള്ളണം. മാത്രമല്ല അവൻ അതുവരെ ഉടുത്ത തുന്നിയ വസ്ത്രം അങ്ങ് അഴിച്ചു വെച്ചോളണം. എന്നിട്ട് 2 വെള്ള വസ്ത്രം അവൻ ഉടുത്തോളണം. അത് തുന്നിക്കൂടാ. എന്താണത് ഓർമ്മിപ്പിക്കുന്നത്? ഒരു ഹാജിയെ അല്ല ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മടക്കയാത്രയുണ്ടല്ലോ എനിക്ക്, ഒരു അന്ത്യയാത്രയുണ്ടല്ലോ എനിക്ക്. എൻ്റെ റബ്ബിങ്കലേക്കുള്ള ഒരു മടക്കമില്ലേ എനിക്ക്? എൻ്റെ പ്രിയപ്പെട്ടവരെ വെടിഞ്ഞ്, എൻ്റെ മക്കളെ വെടിഞ്ഞ്, എൻ്റെ മാതാപിതാക്കളെ വെടിഞ്ഞ്, എൻ്റെ നാട്ടുകാരോട് വിട പറഞ്ഞ് ആരാരുമില്ലാത്തൊരു മടക്കയാത്രയുണ്ടല്ലോ എനിക്ക്. അന്നെന്നെ എൻ്റെ നാട്ടുകാരായിരിക്കും കുളിപ്പിക്കുന്നത്. അന്ന് എനിക്ക് എൻ്റെ വീട്ടുകാരായിരിക്കും സുഗന്ധം പൂശിത്തരുന്നത്. അന്നെന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ നാട്ടുകാരായിരിക്കുമെങ്കിൽ ഇന്ന് ഞാനാണ് കുളിക്കുന്നത്, ഇന്ന് ഞാനാണ് ഡ്രസ്സ് അണിയുന്നത്, ഇന്ന് ഞാനാണ് സുഗന്ധം പൂശുന്നത്, ഇന്ന് ഞാനാണ് നടക്കുന്നത് എന്നേ വ്യത്യാസമുള്ളൂ. അന്ത്യയാത്ര അതാ ഒരു മുസൽമാനെ ഓർമ്മപ്പെടുത്തുന്നു. ഹജ്ജ് ചെയ്തവരെ, നിങ്ങൾ ഇഹ്റാമിന്റെ ഡ്രസ് അണിഞ്ഞപ്പോ, ഇഹ്റാമിന്റെ വസ്ത്രമണിഞ്ഞപ്പോ നിങ്ങൾ ആലോചിച്ചോ ഇതെന്റെ അന്ത്യയാത്രക്കുള്ള ഒരുക്കമാണെന്ന് ചിന്തിച്ചോളണം. അതാണ് ഹജ്ജിന്റെ ആത്മാവെന്ന് പറയുന്നത്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അയാൾ എന്ത് ചെയ്യാണ്? ആ നിമിഷം മുതൽ ആ വിശ്വാസിയുടെ അധരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ആ തൽബിയ്യത്തിന്റെ മന്ത്രങ്ങൾ. എന്താണ് ആ മന്ത്രങ്ങൾ? എന്താണ് ആ മന്ത്രങ്ങൾ അർത്ഥമാക്കുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ ഇതാ വന്നിരിക്കുന്നു. എൻ്റെ മക്കള് നാട്ടിലാണ്, എൻ്റെ ഭാര്യ നാട്ടിലാണ്, എൻ്റെ പ്രിയപ്പെട്ട സമ്പത്ത് നാട്ടിലാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭവനം എൻ്റെ നാട്ടിലാണ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇതാ യാത്ര ചെയ്ത് വിമാനം കയറി ഇതാ ദൂരദിക്കിലേക്ക് ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിന്നെ ആഗ്രഹിച്ചു കൊണ്ട് വന്നതാണ് ഞാൻ. അതുകൊണ്ട് റബ്ബേ, ഞാനിതാ വന്നിരിക്കുന്നു. സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു ഒരു ഹാജി. ഇതാ റബ്ബേ, എൻ്റെ സാന്നിധ്യമുണ്ട്. ഈ പരകോടികളിൽ, ഈ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളിൽ ഞാനും വന്നിട്ടുണ്ട് റബ്ബേ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അവസാനിച്ചിട്ടില്ല. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഓ അല്ലാഹ്, നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ പറയുന്നു നിനക്ക് പങ്കുകാരില്ലെന്ന്. ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക്ക്. അതാ ഒരു സത്യവിശ്വാസി പറയാണ്, റബ്ബേ, സ്തുതികൾ നിനക്കാണ്. എത്രയോ മുസ്ലിമീങ്ങൾ ഇതിന് കഴിയാത്തവരില്ലേ? എനിക്ക് നീ അനുഗ്രഹം തന്നില്ലേ? നിനക്കാണ് സ്തുതി റബ്ബേ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. നിനക്കാണ് മുഴുവൻ നിഅമത്തുകളും, നിനക്കാണ് മുഴുവൻ അധികാരങ്ങളും. അതുകൊണ്ട് ഈ ഭവനത്തിന്റെ അരികിൽ വന്നാൽ എനിക്ക് ആവർത്തിച്ചു പറയാനുള്ള മന്ത്രം ഒന്നേ ഉള്ളൂ, ലാ ശരീക ലക്. നിനക്ക് പങ്കുകാരില്ല, നിനക്കൊരു പങ്കുകാരുമില്ല. ആവർത്തിച്ച് പറയിപ്പിക്കുക. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഈ വിശ്വാസം വേണം. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകല്ലേ ഒരു ഹാജിയെ? അപ്പൊ ഹാജി ആവർത്തിച്ച് പറയണത് എന്താ? നിനക്ക് പങ്കുകാരില്ല, നിനക്ക് പങ്കു ചേർക്കാൻ ഞാൻ തയ്യാറില്ല, നിനക്കൊരു സന്തതിയുണ്ടെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല, നിനക്ക് പെൺമക്കളുണ്ടെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല, നിനക്ക് ഏതെങ്കിലും വിഷയത്തിൽ പങ്കാളികളുണ്ടെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. റബ്ബേ, എൻ്റെ പ്രാർത്ഥന ഞാൻ നിനക്കേ സമർപ്പിക്കൂ, എൻ്റെ ആരാധന നിനക്കേ സമർപ്പിക്കൂ. അതല്ലേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആവശ്യം. അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും എൻ്റെ അധരങ്ങളിൽ നിന്ന് മുഴക്കാൻ ഒരുക്കമാണ്. ലാ ശരീക ലക്. നിനക്ക് പങ്കുകാരില്ല, നിനക്ക് പങ്കുകാരില്ല. എന്തേ ഇത് പറയിപ്പിച്ചത്? എന്തിനാണിത് പറയിപ്പിച്ചത്? സ്വർഗത്തിലേക്ക് പോകണ്ടേ, അതിനുവേണ്ടി. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരെങ്കിലും അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വചനം ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേൽ നരകം നിഷിദ്ധമാണ്. അവന് നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയമറിഞ്ഞുകൊണ്ട്, അർത്ഥമറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അവന് നരകത്തിൽ പോകേണ്ടി വരില്ല, നരകം നിഷിദ്ധമാണ് എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്നു ഹാജിയെ കൊണ്ട്. പക്ഷേ ഇത് ഓർക്കാറില്ല മുസ്ലിമീങ്ങൾ ഓർക്കാറില്ല അല്ലേ? ഈ ശിർക്ക് ചെയ്യൂല എന്ന് പറയാൻ റബ്ബിന്റെ ഭവനത്തിന്റെ അരികിൽ പോയി പറയാൻ വേണ്ടി, അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന മുസ്ലിം പോകുമ്പോഴോ ജാറത്തിന്റെ അരികിൽ പോയി അനുഗ്രഹം വാങ്ങിയിട്ടല്ലേ പോകുന്നത് അല്ലേ? ആ ജാറത്തിൽ കിടക്കുന്ന മഹാനോട് യാത്ര സഫലമാക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടല്ലേ ഒരു ഹാജി തന്റെ സമ്പത്ത് ചിലവഴിച്ചു പോകുന്നത്? എന്തൊരു കഷ്ടമാണ് ഈ ഉമ്മത്തിന്റെ കാര്യം.
ആലോചിച്ചു നോക്കൂ. ഈ മഹനീയമായ കർമ്മം നിഷ്ഫലമാക്കാനുള്ള പോക്കല്ലേ അത്? ഇനി വരുമ്പോഴോ അപ്പോഴും ജാറത്തിന്റെ അരികിൽ പോയി അവിടെ കിടക്കുന്ന മഹാനോട് സങ്കടം പറഞ്ഞ് അതാ നന്ദി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ഹാജി താൻ ചെയ്ത ഈ മഹനീയമായ കർമ്മം നിഷ്ഫലമാക്കിയില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഹജ്ജ് സ്വർഗത്തിലേക്കുള്ള കൊണ്ടുപോക്കാൻ, സ്വർഗത്തിലേക്കുള്ള റബ്ബിന്റെ ക്ഷണമാണ്. അങ്ങനെ നോക്കൂ നിങ്ങൾ, തൽബിയത്തും ചൊല്ലി പരിശുദ്ധ കഅബാലയത്തിന്റെ അരികിൽ ചെന്ന് നിൽക്കുകയാണ് അല്ലേ ഹാജി മീഖാത്തിൽ നിന്ന്. അങ്ങനെ ആ ചെന്ന് നിൽക്കുന്ന നേരം അത് കണ്ണിൽ നിന്ന് ഈറണണിയുന്ന നേരമാണ്. അത്രയും കാലം അതാ തിരിഞ്ഞു നിന്ന കഅബ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന വല്ലാത്തൊരനുഭവം തന്നെ. നേരിട്ട് കഅബ കാണുന്നു, വിശ്വസിക്കാൻ കഴിയുന്നില്ല. 10-30 കൊല്ലം 10-40 കൊല്ലം ഞാൻ തിരിഞ്ഞ് നമസ്കരിച്ച, എൻ്റെ നമസ്കാരത്തിൽ ഞാൻ തിരിഞ്ഞ പരിശുദ്ധ കഅബയല്ലേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? വിശ്വസിക്കാനാകുന്നില്ല. അതാ നിയന്ത്രണം വിട്ടുപോകുന്ന വിശ്വാസികൾ, കണ്ണിൽ നിന്ന് കണ്ണുനീരതാ ചാലിട്ടൊഴുകുന്നു. സന്തോഷം മടക്കാനാകുന്നില്ല. വല്ലാത്ത ഒരു നിർവൃതി തന്നെ, ആത്മീയമായ നിർവൃതി തന്നെ ആ കഅബ കാണുന്ന നേരം. പക്ഷേ നോക്കി നിൽക്കാൻ സമയമില്ലല്ലോ. ഉടനതാ തുടങ്ങുന്നു, വല്യതവഫൂ ബിൽ ബൈത്തിൽ അതീഖ്. ആ പുരാതന ഭവനത്തെ നിങ്ങൾ തവാഫ് ചെയ്തോ? ഉടൻ തന്നെ തവാഫ് ആരംഭിക്കുന്നു. എന്തിനാണ് ഈ തവാഫ് ചെയ്യുന്നത്? ചിന്തിക്കാൻ പാടില്ല. എന്തിനാ ഈ തവാഫ് ചെയ്യുന്നത്? ഞാൻ എന്തിനാ ഈ ബിൽഡിങ്ങിനെ ഇങ്ങനെ ചുറ്റുന്നത്? ഞാൻ എന്തിനാ ഹജറുൽ അസ്വദിനെ ഇങ്ങനെ ചുംബിക്കുന്നത്? ഇല്ല, ഞാൻ എൻ്റെ റബ്ബ് പറഞ്ഞത്, നബി പറഞ്ഞത് ഒക്കെ അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ള ആത്മസമർപ്പണത്തിന്റെ സിമ്പൽ ലേ തവാഫ്, ആത്മസമർപ്പണത്തിന്റെ അടയാളം. അവിടെ ചിന്തിക്കാനല്ല, അവിടെ ആലോചിക്കാനല്ല. എന്തിനാണ് ഈ കഅബയെ ഞാൻ ഇങ്ങനെ ചുറ്റുന്നത്? ഒന്നുമല്ല, എൻ്റെ റബ്ബ് പറഞ്ഞു, എൻ്റെ റസൂല് പറഞ്ഞു. അതല്ലേ തവാഫ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസി പറയുന്നത്, റബ്ബേ ഞാനിത് ചെയ്യുന്നത് ഈ കഅബക്ക് വല്ല പ്രത്യേകതയും ഉണ്ടെന്നത് കൊണ്ടല്ല, ഈ കഅബക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിയുമെന്നത് കൊണ്ടല്ല, ഈ കഅബക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നത് കൊണ്ടല്ല. അല്ലാഹുമ്മ ഈമാനം ബിക, അല്ലാഹുവേ നിന്നെക്കുറിച്ചുള്ള വിശ്വാസം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വതസ്ദീഖം ബികിതാബിക, നിന്റെ കിതാബിൽ നീ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. വവഫാഹം ബിഅഹദിക, നിന്നോടെടുത്ത കരാറിന്റെ പൂർത്തീകരണമാണിത്. മാത്രമല്ല വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പ്രവാചകൻ ആ മുത്തുനബി പഠിപ്പിച്ചത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ നേതാവിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ തവാഫ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, വിശ്വാസിക്ക് പിന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യതയാണ്. നബി പറഞ്ഞതെന്തോ, അല്ല പറഞ്ഞതെന്തോ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം. അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം. എൻ്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല പറഞ്ഞുകൂടാ, എൻ്റെ യുക്തിക്കത് യോജിക്കുന്നില്ല പറഞ്ഞുകൂടാ. മുത്തുനബി പറഞ്ഞോ, അതെൻ്റെ സംഘടനക്കെതിരാണെങ്കിലും, അതെൻ്റെ ഗ്രൂപ്പിനെതിരാണെങ്കിലും, അതെൻ്റെ സമീപനത്തിനെതിരാണെങ്കിലും, അതെൻ്റെ ഭാര്യക്കെതിരാണെങ്കിലും, അതെൻ്റെ ഉമ്മക്ക് അനിഷ്ടമാണെങ്കിലും, അതെൻ്റെ വാപ്പക്ക് വെറുപ്പാണെങ്കിലും, ഇല്ല, എൻ്റെ മുത്തു നേതാവ് പറഞ്ഞത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ആ ഒരു സമർപ്പണ ബോധം വേണം. അതല്ലേ നിങ്ങൾ നോക്കൂ, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു കഅബ ഇങ്ങനെ ഹജറുൽ അസ്വദ് ഇങ്ങനെ മുത്തുന്ന നേരത്ത് മഹാനവറുകൾ പറയാണ്, ഇന്നി അഅലം അന്നക ഹജറുൻ ലാ യളുറു വലാ യൻഫഉ. ഓ ഹജറേ, നിനക്ക് ഒരു ഉപകാരമില്ല, നിനക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയൂല, ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയൂല, നീ ഒരു വെറും കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്തിനാണ് നിന്നെ ഇങ്ങനെ ചുംബിക്കുന്നതെന്നോ, നിനക്ക് വല്ലതും കഴിയുമെന്നത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ നേതാവ് നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ മാ ഖബൽതുക, ഉമർ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അതെ, മുത്തു നേതാവ് ചുംബിച്ചെങ്കിൽ ഞാനും അവിടെ ചുംബിക്കുമെന്ന സമർപ്പണ ബോധത്തിന്റെ ഏറ്റവും ഉന്നതമായ ഈമാനിക ദറജയിലേക്ക് ഒരു സത്യവിശ്വാസിയെ അതാ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ അല്ലാഹു പാകപ്പെടുത്തിയെടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളായിരിക്കും ഹാജി, സ്ഫുടം ചെയ്ത മനുഷ്യൻ. അങ്ങനെ നോക്കൂ നിങ്ങൾ, തവാഫ് കഴിഞ്ഞാൽ പിന്നെ മക്കാമ് ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞാൽ ഉടനതാ ഹാജി പോകുന്നു സംസം എന്ന അതാ വറ്റാത്ത അത്ഭുത പ്രതിഭാസം, ആ അത്ഭുത നീരുറവ്, ഭൂമി ലോകത്തുള്ള ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദ്, ഭൂമിയുടെ മീതെയുള്ള വെള്ളങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇല്ലേ, മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ള ഔഷധമാണത്രേ ആ അത്ഭുതകരമായ വെള്ളം. ആ വെള്ളം കുടിക്കുമ്പോൾ അതാ ഹാജിയുടെ മനസ്സിലൂടെ ചില ചരിത്ര സത്യങ്ങൾ ഇങ്ങനെ അയവിറക്കുകയാണ്, ഓർക്കുകയാണ്. എന്താണ് ഈ വെള്ളത്തിന്റെ ചരിത്രം? ഞാൻ പോന്ന നാട്ടിൽ വെള്ളമില്ലേ, വേറെ നാടുകളിൽ വെള്ളമില്ലേ, പിന്നെ എന്തിന് ഞാൻ ഈ വെള്ളം കുടിക്കണം? എന്താണ് ഈ വെള്ളത്തിന്റെ ചരിത്രം? എന്താണ് ഈ വെള്ളത്തിന്റെ ചരിത്രം? അതാ ഹാജി ഓർക്കുന്നു, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വെള്ളമല്ല. ഈ വെള്ളം മാതൃനൊമ്പരത്തിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ്. മാതൃനൊമ്പരത്തിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ്. ഒരു മാതാവിന്റെ സങ്കടത്തിൽ നിന്ന് ചാലിട്ടൊഴുകിയ വെള്ളമാണ്. ഒരു ഉമ്മയുടെ കണ്ണീർ കണങ്ങളിൽ ചാലിട്ടൊഴുകിയപ്പോ അതാ ലോകത്ത് അത്ഭുത പ്രതിഭാസം സംഭവിച്ചിരിക്കുകയാണ്. വറ്റാത്തൊരത്ഭുതമായി ലോകത്തതാ വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അല്ലേ, മാഉ സംസം. മാഉ സംസം അതാ തൻ്റെ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെയും ആ മാതാവിനെയും മഹാനായ ഖലീലുള്ള മണലാരണ്യത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഓർഡറല്ലേ, ചെയ്യാതിരിക്കാനാകില്ലല്ലോ. ഇറാഖിൽ നിന്ന് മഹാൻ നടന്ന് അതാ മക്ക എന്ന ആ മരുഭൂമി, അന്ന് അവിടെ നാഗരികതയില്ല, അവിടെ ഒന്നുമില്ല. ആ മണൽപ്പരപ്പിൽ ഈ ചോരപ്പൈതലിനെയും പ്രിയപ്പെട്ട സഖിയെയും കൊണ്ടുവന്ന് താമസിപ്പിച്ച് തിരിഞ്ഞു നടന്ന സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെ ചരിത്രം. തിരിഞ്ഞു നടക്കുമ്പോൾ അതാ ആ എല്ലാം അംഗീകരിക്കുന്ന ഭാര്യ തൻ്റെ പ്രിയ ഭർത്താവിനോടുള്ള ചോദ്യം, അല്ല ഇബ്രാഹിമേ, ഈ മണലാരുണ്യത്തിൽ ആരെയും കാണുന്നില്ല, ഇവിടെ ആരുമില്ലല്ലോ, ഇവിടെ ഒന്നുമില്ലല്ലോ, ഭക്ഷണമില്ലല്ലോ, ഈ മണൽപ്പരപ്പിൽ ഞങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറഞ്ഞത് ആ അല്ലാഹു അമറക ബിഹാദാ, അല്ല ഇബ്രാഹിം, അല്ലയാണോ പറഞ്ഞത്? അല്ലയാണോ പറഞ്ഞത്? തിരിഞ്ഞു നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജീവിത സഖിയോട് പറഞ്ഞു, നഅമ്മദേ, അല്ല പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതാ ധീരയായ ആ മഹദി, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഹാജർ എന്ന മഹദി, ലോകത്തുള്ള മുസ്ലിം വനിതകൾക്ക് മാതൃക നൽകുന്ന മഹദി, അതാ ഭർത്താവിനോട് പറഞ്ഞ വർത്തമാനം, എങ്കിൽ നടന്നോ, നിങ്ങൾക്ക് നടക്കാം, റബ്ബ് ഞങ്ങളെ പാഴാക്കില്ല, ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ ചോരപ്പൈതലിന് വെള്ളം കൊടുക്കാൻ എവിടെ നിന്ന് കിട്ടും വെള്ളം? അതാ സഫയുടെയും മർവയുടെയും മീതെ ഓടി നടന്നു, പക്ഷേ വെള്ളം കിട്ടിയില്ല. അവസാനം മാതൃനൊമ്പരം, ഹൃദയത്തിന്റെ നൊമ്പരം, ചോരപ്പൈതലിന് വെള്ളം കൊടുക്കാനാകാത്തതിന്റെ ദുഃഖം. ജിബ്രീൽ എന്ന മാലാഖ ആ മണൽപ്പരപ്പിൽ വന്ന് ചിറകടിച്ചപ്പോ അതിൽ നിന്ന് നിർഗളിച്ച വെള്ളം ലോകത്ത് ഇന്നൊരു അത്ഭുതമായി നിലകൊള്ളുകയല്ലേ? ലോകത്തൊന്നൊരു അത്ഭുതമല്ലേ? ദൃഷ്ടാന്തമല്ലേ? പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം? എന്താണ്? വെറുതെയാണോ? അതിൽ നിന്ന് വലിയ പാഠമുണ്ട് നമുക്ക്, സുന്ദരമായ പാഠമുണ്ട് നമുക്ക്. അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചാൽ ലോകത്തൊന്നും സംഭവിക്കില്ലെന്ന പാഠം അല്ലേ? ആരുമില്ലാതിരുന്നിട്ടും അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ചപ്പോ ആ മണൽപ്പരപ്പിൽ നിന്ന് അത്ഭുതമാകുന്ന വെള്ളം പൊട്ടിയൊഴുകിയില്ലേ? സഹോദര, ഹാജറിന്റെ ചരിത്രം നിന്നെ പഠിപ്പിക്കേണ്ടത്, സഹോദരി, ഹാജറിന്റെ ചരിത്രം നിന്നെ പഠിപ്പിക്കേണ്ടത്, സഹോദരന്മാരെ, ഖലീലുള്ളയുടെ ചരിത്രം നിന്റെ മനസ്സിനോട് മന്ത്രിക്കേണ്ടത്. കച്ചവടത്തിൽ അല്ലാഹുവിന്റെ നിയമം പാലിച്ചാൽ തകർച്ച വരില്ലെന്നാണ്. പലിശ വാങ്ങാതിരുന്നാൽ ലോകത്തൊന്നും സംഭവിക്കില്ലെന്നാണ്. നിന്റെ ജോലിയിൽ റബ്ബിനെ സൂക്ഷിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നാണ്. അവിടെ റബ്ബ് നിന്നെ കാക്കുമെന്ന ഉന്നതമായ പാഠമാണ് സംസം നമുക്ക് നൽകുന്ന പാഠം. അതാണ് എൻ്റെ വിനീതരെ. ആ നിലക്ക് ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതിന് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ മഹാഭാഗ്യമാണത്, ജീവിതത്തിലെ മഹാ അനുഗ്രഹമാണത്. അതുകൊണ്ട് അത് ഇനിയും നിർവഹിക്കാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ടോ? റബ്ബിൻ്റെ അതിഥികളാകണോ? റബ്ബിൻ്റെ സൽക്കാരമാകുന്ന സ്വർഗം വേണോ? എങ്കിൽ അതിന് ചിന്തിക്കേണ്ട സമയമാണ്. ആലോചിക്കണം നിങ്ങൾ, ചിന്തിക്കണം നിങ്ങൾ. ചെയ്തവരുണ്ടെങ്കിൽ അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മഹനീയമായ കർമ്മം നഷ്ടമാകുന്ന പ്രവർത്തനം ഉണ്ടായിക്കൂടാ, ഈ മഹനീയമായ കർമ്മം നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനം ഉണ്ടായിക്കൂടാ. വാക്കുകൾ സൂക്ഷിച്ചോളണം, നിലപാടുകൾ സൂക്ഷിച്ചോളണം, വർത്തമാനങ്ങൾ കരുതിക്കൊള്ളണം, ഈമാൻ ഭദ്രമായി കൊള്ളണം, എപ്പോഴും ഒരു മുസൽമാനായി ജീവിച്ചു കൊള്ളണം. അങ്ങനെ മാതാവ് പ്രസവിച്ച ആ തനിമയത്വത്തോടെ, ആ വിശുദ്ധിയോടെ റബ്ബിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകാനുള്ള സൗഭാഗ്യം ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞു അറിയാതെയോ വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഹജ്ജ് നിർവഹിക്കുവാൻ പോകുന്ന, അതിന് തയ്യാറെടുക്കുന്ന ഒരു മുസൽമാൻ അനിവാര്യമായും സൂക്ഷിക്കേണ്ട 4 ഘടകങ്ങളുണ്ട്, 4 കാര്യങ്ങളുണ്ട്. അത് സൂക്ഷിച്ചിട്ടേ അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒന്നാമതായി, ഒരു ഹാജി, ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത്, അയാൾ അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ. അയാൾക്ക് ഇഖ്ലാസ് ഉണ്ടാകണം, മനസ്സ് നിറയെ ആത്മാർത്ഥതയുണ്ടാകണം. ഹജ്ജ് എന്ന കർമ്മത്തിലൂടെ ലോകമാന്യം കടന്നു വരാം, പ്രശസ്തി എന്ന ചിന്ത കടന്നു വരാം. ഇബ്ലീസ് എപ്പോഴും മനുഷ്യനെ ആ നിലക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ഒരു ചെറിയ നിലക്കെങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ, ഞാൻ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ഹാജി എന്ന് വിളിക്കുമല്ലോ എന്ന ചിന്തയാണ് അവശേഷിക്കുന്നതെങ്കിൽ, എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അവൻ്റെ ത്യാഗത്തിന് യാതൊരു ഫലവുമില്ലാതെയായി. അതുകൊണ്ട് ഹബീബായ നബിതങ്ങൾ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞത് പ്രത്യേകം നമുക്ക് കാണാം. ലബ്ബൈക ബിഹജ്ജ, അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. ലാ സുംഅത ഫീഹാ വലാ റിയാ, അല്ലാഹുവേ ഞാൻ ഈ ചെയ്യുന്ന ഹജ്ജിൽ ഒരു പ്രശസ്തി ഞാൻ ഉദ്ദേശിക്കുന്നില്ല റബ്ബേ, ഒരു ലോകമാന്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലാ. ഞാൻ പൂർണ്ണമായും നിനക്ക് വേണ്ടി തന്നെയാണ് ഉത്തരം ചെയ്തിരിക്കുന്നത്. ഹജ്ജ് ചെയ്ത് നാട്ടിൽ മടങ്ങി വരുമ്പോൾ എന്നെ ഹാജി എന്ന് വിളിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. അതുകൊണ്ട് ലബ്ബൈക ബിഹജ്ജത്തിൻ, അല്ലാഹുവേ ഹജ്ജ് കൊണ്ട് ഞാനിതാ നിനക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു. ലാ സുംഅത ഫീഹാ വലാ റിയാ, അതിൽ സുംഅത്തില്ല, അതിൽ റിയാ ഇല്ല. ഒന്ന്, ഹാജിമാര് സൂക്ഷിച്ചോളണം. പോകാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിമീങ്ങൾ ആലോചിച്ചോളണം. രണ്ടാമത് ഇസ്ലാം പറഞ്ഞു, രണ്ടാമത്തെ നിബന്ധന, ആ ഹജ്ജിന് വേണ്ടി പോകാൻ സ്വരൂപിച്ച ധനമില്ലേ, അത് തികച്ചും ഹലാലാകണം, അത് തികച്ചും പരിശുദ്ധമാകണം. ആ പരിശുദ്ധമായ സമ്പത്ത് കൊണ്ട് പോയെങ്കിലേ അല്ല ഹജ്ജ് കബൂലാക്കൂ. അതല്ലാതെ പലിശയോ ഹറാമായ കച്ചവടങ്ങളോ തോന്നിവാസങ്ങളോ അവിഹിതമായ സമ്പാദ്യങ്ങളോ സ്ത്രീധനത്തിൻ്റെ കാശോ അങ്ങനെ ഹറാമിൻ്റെ ഗണത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇനമാണെങ്കിൽ സ്വീകരിക്കില്ലട്ടോ. റബ്ബ് പറഞ്ഞത് ഓർക്കണേ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ല നല്ലവനാണ്, പരിശുദ്ധവാനാണ്, പരിശുദ്ധിയില്ലാത്തത് അവൻ കബൂലാക്കില്ല കേട്ടോ. രണ്ടാമത്തെ നിബന്ധന. 3, ഇസ്ലാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ള നിലക്ക് ഹജ്ജ് ചെയ്തു പോന്നാൽ അല്ല കബൂലാക്കില്ല. മറിച്ച് നിന്റെ നേതാവ് മുത്തുനബി എങ്ങനെ ചെയ്തോ അത് പഠിച്ചോളണം. ആ നിലക്ക് പഠിപ്പിക്കുന്ന ഹജ്ജിന്റെ ഗ്രൂപ്പിന്റെ കൂടെ, ആ നിലക്കുള്ള ഗ്രൂപ്പുകളുടെ കൂടെ നിനക്ക് പോകാവൂ. അതല്ലാതെ നിന്റെ സമ്പാദ്യം വെറുതെയാകും. നബി തങ്ങൾ പഠിപ്പിക്കാത്ത നിലക്ക് എന്തെങ്കിലും ചെയ്ത് നീ മടങ്ങിയാൽ ഹജ്ജ് കൊണ്ട് കാര്യമില്ല. ഇത്തിബാ വേണം. അതുകൊണ്ടല്ലേ അവിടുത്തെ ഹജ്ജത്തിൽ വദാഇൽ നബി തങ്ങൾ പറഞ്ഞത്, ഈ വർഷത്തിന് ശേഷം ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ എന്നെ കാണില്ല കേട്ടോ. അതുകൊണ്ട് ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇന്ന് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചോളണം, അത് പ്രകാരം ചെയ്തേക്കണം. അതല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ അമീറന്മാര് പറയുന്ന നിലക്കല്ല ഹജ്ജ് ചെയ്യേണ്ടത്. നമ്മൾ ചോദിക്കേണ്ടത്, ഇത് മുത്തു നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യണമെന്ന് നബിയുടെ നിർദ്ദേശമുണ്ടോ? അത് പഠിച്ചറിഞ്ഞിട്ടേ ഹജ്ജ് ചെയ്തിട്ട് കാര്യമുള്ളൂ. 3, നാലാമത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട 4ാമത്തെ ഘടകം, ഹജ്ജ് ചെയ്യുമ്പോൾ അവിടെ പോയാൽ എല്ലാവരും സഹകരണ മനോഭാവമുള്ളവരാകണം. തിരക്കാൻ പാടില്ല, തിക്കിലും തിരക്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഹജ്ജ് സാഹോദര്യത്തിന്റെ വിളംബരമാണ് അല്ലേ? രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരിയും ആ ഭരണാധികാരിയുടെ വീട്ടിൽ കൂലിവേല ചെയ്യുന്ന സാധാരണക്കാരനായ ഖാദിമും ഒരേ വസ്ത്രം ഉടുത്തുകൊണ്ടല്ലേ ഹജ്ജിന് വേണ്ടി ചെല്ലുന്നത്? ഒരേ വസ്ത്രം ഉടുത്തുകൊണ്ടല്ലേ, ഒരേ മന്ത്രം മുഴക്കിക്കൊണ്ടല്ലേ, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ? അതേ മനുഷ്യ സാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃകയല്ലേ ഹജ്ജ് എന്ന് പറയുന്നത്? അവിടെ സഹോദരനെ ഉപദ്രവിച്ചുകൂടാ, അവിടെ മറ്റുള്ളവനെ കഷ്ടപ്പെടുത്തിക്കൂടാ, അവിടെ ഹജറുൽ അസ്വദിന് മുത്താൻ വേണ്ടി തിരക്കി മറ്റുള്ളവരെ ഉന്തി മറിച്ചുകൂടാ. അതിന് കഴിയില്ലെങ്കിൽ ആംഗ്യം കാണിച്ചാൽ മതി, കഴിയുമെങ്കിലേ ചുംബിക്കൊണ്ടതുള്ളൂ. അതുകൊണ്ട് നബി പറയാ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അലൈക്കും ബിസ്സകീന, ശാന്തമായി നിർവഹിക്കണം കേട്ടോ ഹജ്ജ്, ശാന്തമായി നിർവഹിക്കണം, അവധാനത വേണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഈലാഹി, നന്മ ചെയ്യൽ ധൃതി കാണിച്ചല്ല, നന്മ ചെയ്യൽ ധൃതി കാണിച്ചല്ല, അതിന് സാവകാശം വേണം. ആ ഒരു മനോഭാവവും കൂടെ നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ
നിങ്ങളെ ഹജ്ജിന് പോകുന്നു എന്ന നിലക്കല്ല ഞാൻ പറഞ്ഞത്. ഈ അവസരത്തിലേ ഇതൊക്കെ പറയാൻ പറ്റൂ. ആ നിലക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും തൗഫീക്ക് കിട്ടിയെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിലക്ക് അമൽ ചെയ്യാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി തങ്ങളെ ഇത്തിബാ ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു അവൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ആകസ്മിക മരണങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم انصر المسلمين في كل مكان. اللهم انصر المؤمنين في كل مكان أينما كانوا من مشارق الأرض إلى مغاربها. اللهم تقبل صالح أعمالنا. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل ذنب. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة إلا قضيتها ويسرتها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.